നല്ല വലിപ്പമുണ്ട്, അതേ വലിപ്പത്തിൽ തന്നെ മൈലേജും ഉണ്ട്. എല്ലാ ഓപ്ഷനുള്ള വണ്ടിയാണ്. ചിപ്പ് ഷാർട്ടിങ് 25-26 മൈലേജ് ഇതിന് യൂസർ റിവ്യൂസിൽ കാണുക പറഞ്ഞിട്ട് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ തള്ളാന്ന് വിചാരിക്കും. പക്ഷെ നല്ല ബിൽഡ് റേറ്റ് ഉള്ള വണ്ടിയാണ്. ഓൺ ദ റോഡ് ഒക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നോ? അത്യാവശ്യം നല്ല പ്രീമിയം. ഒന്നും ചെയ്തിട്ടില്ല, വീഡിയോ ഉൾപ്പെടുത്താൻ പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. നല്ല വൃത്തിയുള്ള വണ്ടി വന്ന കോലത്തിൽ തന്നെ വീഡിയോ എടുക്കല്ലേ. എല്ലാം ഒന്ന് ഫിറ്റ് ചെയ്ത് ഫുൾ ക്ലിയർ ആക്കി തരാം. ATM കാർഡിന്റെ സൈസേ ഉള്ളൂ. ഇതിന്റെ കീലെസ് എൻട്രിന്റെ കീ ആണ്. ഇത് ഡീസൽ തന്നെയല്ലേ വരുന്നത്? ഓക്കെ. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫുഡ് പവർ വിൻഡോസ്, AC, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ടോ. എയർ ബാഗ്സും വരുന്നുണ്ടോ അന്നത്തെ ആ ഒരു മോഡലില്. ഇത് മോഡൽ പറഞ്ഞ 16 17 11 2011 റിനോൾട്ടിന്റെ സ്കെയിൽ അല്ലത്, ഫ്ലുവൻസ്. വലിയ മാറ്റമൊന്നുമില്ല. ഒരു അമ്മ പെറ്റ 2 മക്കൾ എന്ന് പറയുന്ന ഒരു സ്കെയിലാ ഫ്ലുവൻസ്. എഞ്ചിനൊക്കെ സെയിം രൂപം, ഹെഡ്ലാമ്പ് കുറച്ച് മാറ്റങ്ങൾ. അതെ, കൊളാബറേഷൻ പോലെ തന്നെ. 260 സണ്ണിന്റെ സെയിം സാധനം. ഓക്കെ. നല്ല ബിൽഡ് റേറ്റ് ഉള്ള വണ്ടിയാണ് ഓൺ ദ റോഡ്. 18-20 ലക്ഷം രൂപ അടുത്ത് വന്നിട്ടുള്ളത് തോന്നുന്നു ബിൽഡ് റേറ്റ്. എല്ലാ ഓപ്ഷനുള്ള വണ്ടിയാണ്. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാനുള്ളത് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി മുതൽ തിരൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന സൺ മോട്ടോഴ്സിലുള്ള കുറച്ച് അടിപൊളി വണ്ടികളാണ്. നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോസിലായിട്ട് ഈ വണ്ടികൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാനുള്ളത്. ലോ ബഡ്ജറ്റ് വണ്ടികളും കൂടെ പെടുന്നതിനൊക്കെ ഉണ്ട്. കഴിയുന്നത് വണ്ടി ഒരു മെക്കാനിക്കിനൊക്കെ കാണിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് പർച്ചേസ് കാര്യങ്ങളെ പറ്റിയിട്ട് നോക്കാവുന്നതാണ്. ലോണും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടികൾ അന്നത്തെ വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പം നമുക്കോട്ടുള്ള ഒരു വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നുകൊണ്ടല്ല, ഒരു 15,000 ആൾക്കാരും കൂടെ എത്തുന്നേരം 14 മതി. 14,000 ആൾക്കാരോട് കഴിയുമ്പോൾ നമ്മളൊരു കാർ ഗിവ് അവേ കൊടുക്കുന്നുണ്ടോ. അപ്പോൾ അതിൽ പങ്കെടുക്കാനുള്ള കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി വിശേഷങ്ങളിലേക്ക്. ഇത് ഇയോണ് 2013 മോഡൽ ഡിലൈറ്റ് പ്ലസ് ആണ് വരുന്നത്. ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് 140. 13 ഡിലൈറ്റ്. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. പവർ വിൻഡോസ് വരുന്നുണ്ടാവില്ല. കിലോമീറ്റർ എത്ര ട്രാഫിക്കോ? കിലോമീറ്റർ ഓടിക്കുന്നത് 90,000. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും പറയത്തക്ക രീതിയിലുണ്ടോ? ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഓക്കെ. ലോണൊക്കെ ഇയോൺ എങ്ങനെയായാലും എന്തായാലും 130 1.25 ചെയ്യും. ഓക്കെ. ഫുൾ ലോണിലൊക്കെ ഇയോണൊക്കെ വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? പ്രൊഫൈലുള്ളവർക്ക് ചെയ്യാം. ഇത് ഇയോണാണ് 2012-14 മോഡല്. മാഗ്ന പ്ലസ് ആണ് വണ്ടി. നല്ല വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിക്കണം? സോറി, ഫസ്റ്റ് അല്ല, സെക്കൻഡ് ആണ്. കിലോമീറ്റർ ഓടിക്കുന്നത് 1ന്റെ ഉള്ളിലാണ് ഓടിക്കണേ. ഓക്കെ. ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന 1.85. 2014 മോഡല് മാഗ്ന പ്ലസ്. കാര്യമായിട്ട് റീപ്ലേസ് എന്തെങ്കിലും പറയത്തക്ക രീതിയിലുണ്ടോ? 1.25 മുകളിൽ എന്തായാലും 2 ലക്ഷം ആ റേഞ്ചിൽ ലോൺ കിട്ടില്ല. 1.25 മുതൽ 2 ലക്ഷം റേഞ്ചിൽ. ഓക്കെ. 5 ഇയോൺ ആണ്. ഇത് പ്ലസ് ആണ്. 2013 മോഡലാണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിക്കണം? കിലോമീറ്റർ ഓടിക്കുന്നത് 1ന്റെ ഉള്ളിലാണ്. സൂപ്പർ വണ്ടിയാണ്. ടയർ ഭാഗമൊക്കെ ഉള്ള വണ്ടിയാണ്. ഇതാണെങ്കിൽ 1.75. 1.75 2013 ഇയോൺ പ്ലസ് അല്ലേ? ചില വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 14 വണ്ടിക്ക് 1.75 കാണുന്നുണ്ട്. അത് വണ്ടിന്റെ കണ്ടീഷൻ കൂടുന്നതനുസരിച്ച് നമ്മൾ വിലക്കെടുക്കുന്നതനുസരിച്ച് നമ്മൾ മാറ്റം വരും. ഓക്കെ. വലിയ വിലക്കെടുത്ത് വലിയ വിലയാവുന്നുള്ളത് അത്രേ ഉള്ളൂ. ഓക്കെ. മോഡിഫൈ ചെയ്ത ഇയോണൊക്കെ പോലെ അതിന്റെ കുറയുണ്ട്, വണ്ടിയുടെ കൂടുണ്ട്. ഓക്കെ. അടുത്ത ഇയോണ് KL 18M. ഇത് 2014 മോഡലാണ്. ഇതാണെങ്കിൽ 1.85 കൊടുക്കാം. 2014 ഇയോണ് ഇറ ഡിലൈറ്റ് മാഗ്ന. ഇത് മാഗ്നയാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? 60,000. കമ്പനി ഹിസ്റ്ററിക്ക് ഉള്ള വണ്ടികളാണോ? ഹിസ്റ്ററികളാണ്. നമ്മൾ നോക്കിയിട്ടില്ല. ഓക്കെ. കൂടുതൽ വണ്ടികൾ ചെക്ക് ചെയ്തിട്ട് പോന്നോട്ടെ. നമ്മളും കുറെ വണ്ടി നമ്പർ കാണിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഹിസ്റ്ററി എടുക്കാവുന്നതാണ്. അതിനുവേണ്ട സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കൂലേ? ഹിസ്റ്ററി എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഫോട്ടോ വിട്ടെടുത്ത് തന്നെ നമ്പർ കിട്ടുമല്ലോ ആൾക്കാർ വണ്ടിന്റെ. ഓക്കെ. അടുത്തത് 2015 ആണ് വണ്ടി. ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് 2.20. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഓടിക്കുന്നത് 60,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സെക്കൻഡിൽ കിടക്കാം. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും റേറ്റ് ഇല്ല, മേജർ ആയിട്ട് ഒന്നും ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. ചെറിയ ടച്ചപ്പ് കാണുന്നുണ്ട്. വൈറ്റ് പുതിയ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ഓക്കെ. റേറ്റ് 2.20 പറഞ്ഞിട്ടുള്ളത്. അതെ. നമുക്ക് ഫുൾ ലോൺ തന്നെ ചെയ്യാനും പറ്റുന്നുണ്ടോ? മാക്സിമം ഒരു 2 രൂപ എടുത്ത് ലോൺ ചെയ്യാം. ഓക്കെ. അടുത്തത് ഇത് 2016 മോഡലാണ്. ഇതാണെങ്കിൽ നമുക്ക് 2.25 രൂപ. ഓക്കെ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് കിലോമീറ്റർ ഓടിക്കുന്നത് 70,000 കിലോമീറ്റർ. LXI ആണ്. LXI.
പവർ വിൻഡോസ് ആയിരിക്കും മെയിനായിട്ട് ഉണ്ടാവും. LSI ഉണ്ട്, അതെ. AC പവർ സ്റ്റിയറിംഗും. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് ബാക്ക് ഡിക്ക് ഗ്ലാസ് മാറിയാണ്. ഓക്കെ. മേജറായിട്ട് വേറെ ഫ്രെയിം മാറിയിട്ടൊന്നുമില്ലല്ലോ? മേജറായിട്ടില്ല. ഓക്കെ. ഇതൊക്കെ ലോൺ മാക്സിമം കിട്ടണ വണ്ടികളാണ്. 2.25 ലക്ഷം അടുത്ത മൂലം ബാങ്ക് ലോൺ ചെയ്യും. ഇതൊക്കെ വണ്ടികൾക്ക് നമുക്ക് അത്യാവശ്യം പ്രൊഫൈൽ ഉള്ളവരാണെങ്കിൽ മാക്സിമം ഫുൾ ലോൺ തന്നെ കിട്ടൂലേ? കിട്ടണ വണ്ടി. ഓക്കെ. അടുത്തത് 2019 മോഡൽ വണ്ടി. ഇതാണെങ്കിൽ ഫുൾ ലോണോട് എടുക്കാൻ പറ്റിയ വണ്ടി കേട്ടോ. ഓക്കെ. ഇത് ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ട്. ബോണറ്റ് ഒക്കെ മാറിയിരിക്കുന്ന വണ്ടി. ബോണറ്റ് മെയിൻ ഗ്ലാസ് വേറെ ഗ്ലാസ് മാറിയിട്ടില്ല, ബോണറ്റ് മാത്രമാണോ? ബോണറ്റ് മാറിയിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 2019 മോഡലാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ഓടിക്കുന്നത് 80,000 കിലോമീറ്റർ. 8.0. ഇതാണെങ്കിൽ ഫുൾ ലോൺ കൊടുക്കാൻ പറ്റുന്നുണ്ട്. 3 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാം. 3 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്യാം. 3 ലക്ഷം രൂപ ചോദിക്കുന്ന റേറ്റ് അല്ലേ? അതെ. അതന്നെ ഫുൾ ലോണും കയറും. ഓക്കെ. ട്രാഫിക് അടുത്തത് 2015 മോഡൽ വണ്ടി. 2015 ഫേസ് ലിഫ്റ്റ് വരുന്ന സണ്ണിയാണ്. കേരള വണ്ടിയാണോ? KL 55 ആണ് കാണുന്നത്. അതെ. കേരള വണ്ടിയാ? കേരള റിയ ആണ്. അല്ല, റിയ വണ്ടിയാണ്. അല്ല, KL 55. 14-15 രജിസ്റ്റർ ഉള്ള വണ്ടി. ഓക്കെ. കിലോമീറ്റർ ഓടിക്കുന്നത് 1 സംതിങ് ഓടിക്കണ് വണ്ടി. റിയ വണ്ടി എന്നെ കൊണ്ട് പിന്നെ കിലോമീറ്ററിന്റെ കാര്യം ചെക്ക് ചെയ്തെടുക്കാന്നേ പറയാൻ പറ്റുള്ളൂ. വേരിയന്റ് ഏതാ? XL ആണോ? XV അല്ല, XV ആണ്. XV ആണോ? XV XE ബേസ് ആണ്. സോറി, XL ആണ്. മിഡിൽ ചെറിയൊരു JVCന്റെ ഒരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ കാണുന്നുണ്ട്. റേറ്റ് എത്ര വയ്ക്കുന്നത്? നമുക്കാണെങ്കിൽ 290. 290. 2015 സണ്ണി അല്ലേ? ഓക്കെ. മൈക്ര 2013 XV എന്ന് പറയുന്ന ഓപ്ഷനാണ്. XL XV ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. XV എന്നുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. പെട്രോൾ ആണോ ഡീസൽ? ഡീസൽ ആണ്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 20-22 ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ടോ? റീവണ്ടി അല്ലല്ലോ? കേരള വണ്ടിയാണ്. ഓക്കെ. ഇത് ടാക്സിയിൽ നമ്മൾ മംഗലാപുരത്തും അതേപോലെ തന്നെ ബാംഗ്ലൂരും ഒക്കെ കാണാറുണ്ട്. എന്തായാലും നല്ല ടയർ ഭാഗവും കാര്യങ്ങളൊക്കെ നല്ല മെക്കാനിക്കും ഫുൾ കണ്ടീഷനാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. കിലോമീറ്റർ ഓടിക്കുമ്പോൾ 1 പുറത്ത് ഓടിക്കുന്നുണ്ട്. സ്വാഭാവികം. വണ്ടി ഫുൾ ഫിറ്റ് വണ്ടിയാണ്. ഓക്കെ. 2013 മൈക്ര XV ഡീസൽ. എത്ര റേറ്റ് എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 270 ആണ്. 265. ഓക്കെ. അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ എയർ ബാഗ് കമ്പനി അലോയ് വീൽസ് XVയിലേക്ക് വരുന്നതാണ്. അലോയ് വീൽസ് കാണുന്നില്ല. ഇത് പ്രീമിയത്തിൽ അലവിൽ വരും. ഇത് പ്രീമിയം അല്ല. ഇത് ഫുൾ ലോഡ് വണ്ടി തന്നെയാണ്. അലവിൽ വരുന്നത് പ്രീമിയത്തിൽ വരുന്നുള്ളൂ. ശരി. ലോണൊക്കെ എത്ര പറയാൻ പറ്റുന്നുണ്ട്? ചെറിയ 1.5 റേഞ്ചിൽ തന്നെ കിട്ടുള്ളൂ. ട്രാഫിക് അടുത്തത് ലോ ബഡ്ജറ്റ് മാരുതി സ്വിഫ്റ്റ് ആണ്. ഡീറ്റെയിൽ എങ്ങനെയാണ് വരുന്നത്? ഇത് 2010 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. VDI ആണ് വണ്ടി. ഇത് നമുക്ക് ആവശ്യപ്പെടുന്നത് 2.25 ആണ്. വണ്ടി അത്യാവശ്യം നീറ്റ് കാണുന്നുണ്ട്. ചെറിയ രീതിയിൽ ബാക്ക് സൈഡ് ഡോറിന്റെ അടുത്ത് റീപെയിന്റും കാണുന്നുണ്ട്. സ്വാഭാവികമാണ്. 10 കൊല്ലം പഴക്കമുള്ള വണ്ടിയാണ്. ടച്ചപ്പ് ഉണ്ടാവും. മോഡൽ പക്ഷെ നല്ല വൃത്തിയും കാര്യങ്ങളും മെക്കാനിക്കൊക്കെ ഫുൾ കണ്ടീഷനാണ്. നമ്മള് എന്തായാലും 1.5 രൂപ അടുത്ത് ലോൺ ചെയ്യാൻ പറ്റും. ലോണൊക്കെ വേണമെങ്കിൽ. അല്ല, സ്വിഫ്റ്റ് ഡീസൽ ആണ്. അപ്പൊ എന്തായാലും മലപ്പുറം സൈഡിലേക്കും കോഴിക്കോട് സൈഡിലേക്കും ഒക്കെ ഞാൻ വില കുറച്ച് കണ്ടിട്ടില്ല. ഡീസൽ കുറയില്ല. കാരണം നമുക്ക് കിട്ടുന്നത് നല്ല വിലക്കാണ്. നല്ല വിലക്ക് കിട്ടുന്നത്. നമ്മള് വിലക്കല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ. കിലോമീറ്റർ എത്രയെന്ന് പറഞ്ഞത്? കിലോമീറ്റർ 1 പുറത്ത് ഓടിക്കുന്നുണ്ട്. സ്വാഭാവികം. ഡീസൽ 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന വണ്ടി ഓടും. പക്ഷെ മെക്കാനിക്കൊക്കെ ഫുള്ളാണ് വണ്ടി. എഞ്ചിൻ അല്ല, എഞ്ചിൻ സൈഡ് നോക്കണ്ട. ഫിയറ്റിനെ ആൾക്കാർ വന്ന് നോക്കിയിട്ടല്ലേ വണ്ടി എടുക്കുള്ളൂ. കണ്ടീഷനിലോ നോക്കിയിട്ടല്ലേ അവർ നോക്കല്ലേ. ഈ 1.5 റേഞ്ചിൽ ലോൺ കിട്ടുന്ന പറഞ്ഞാൽ അത് സൈറ്റ് ലോൺ ആണോ ആയിരിക്കും, അല്ലെങ്കിൽ ബാങ്ക് ശ്രീറാം ലോൺ അങ്ങനത്തെ അവരത് ചെയ്യാം. ഓക്കെ. മാരുതി സ്വിഫ്റ്റ് തന്നെയാണ്. 2016 മോഡൽ. ഹൈറ്റ് നല്ല വ്യത്യാസമുണ്ട്. അല്ല, എയർ കുറഞ്ഞു. അല്ല, ഞാനത് വിചാരിച്ച വണ്ടി ലോവർ ചെയ്താണോ? വണ്ടിക്ക് ഭയങ്കര ഹൈറ്റ് വ്യത്യാസം. അല്ല, എയർ സസ്പെൻഷൻ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്ന ഏരിയ ആണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽ എങ്ങനെയാണ് വരുന്നത്? KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ. 2016 മോഡലാണ്. ഡീസലാണ്. VDI വണ്ടിയാണ്. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഫിയാറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ ആയിരിക്കും. 18-20 റേഞ്ചിൽ ഡീസന്റ് ആയിട്ട് മൈലേജ് കിട്ടുന്നുണ്ടാവും. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ ഓടിക്കുന്നത് 1 പുറത്ത് ഓടിക്കുന്ന വണ്ടി. VDI ആണ്. റേറ്റ് എത്ര ചോദിക്കുന്നത്? നമ്മൾ ആവശ്യപ്പെടുന്നത് 480. 2016 സ്വിഫ്റ്റ് അല്ല, സോറി, VDIക്ക്. അല്ല, മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്. പെട്രോൾ വണ്ടിന്റെ റേറ്റ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂല. 16 മോഡലാണ്. ഏകദേശം 4.5-4.5 റേഞ്ചിൽ ബാങ്ക് വാല്യൂഷൻ ഇപ്പോഴും വരുന്നുണ്ട്. ലോൺ ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. മാക്സിമം 4-6 ലോൺ തന്നെ. ഓക്കെ. വണ്ടിക്ക് നിങ്ങൾ റേറ്റ് പറഞ്ഞാൽ 480 ആണ്. അപ്പൊ 4 ലോൺ കിട്ടും. നോക്കാം. നമുക്ക് സിവിൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ സെറ്റ്. 16 ഉണ്ട്. ഇപ്പൊ എടുക്കുന്നതൊക്കെ വർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ മേജറായിട്ട് വർക്ക് ഒന്നും. ഓക്കെ. ട്രാഫിക് അടുത്തത് KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വരുന്നത് മാരുതിയുടെ സ്വിഫ്റ്റ് തന്നെയാണ്. പെട്രോൾ ഡീസലോ? പെട്രോൾ ആണ്. VXI ആണ്.
ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 2014 മോഡൽ വണ്ടി, 15 രജിസ്റ്റർ ഉണ്ട് വണ്ടി. ഇത് നമ്മൾ ആവശ്യപ്പെടുന്നതാണെങ്കിൽ 390 ഓക്കെ. ആഫ്റ്റർ മാർക്കറ്റ് എല്ലോയ്സ് കൊടുത്തിട്ടുണ്ട്. സാധാരണ VSIലേക്ക് വരുന്ന നേരം നമുക്ക് എല്ലോയ്സ് കാണാറില്ല. AC പോർഷന് 4 ഡോർ പവർ വിൻഡോസ് തന്നെ ആയിരിക്കും. പക്ഷേ എഞ്ചിൻ വരുന്ന മാരുതി തന്നെയാണ്. ഡീസലിലേക്ക് വരുന്ന സ്വിഫ്റ്റിൻ്റെ അല്ല, ഫിയാറ്റിൻ്റെ എഞ്ചിൻ അതിനെക്കൊണ്ടാണ് ഒരു റേറ്റ് വ്യത്യാസം വരുന്നത്. പിന്നെ 14 സ്വിഫ്റ്റ് 15 രജിസ്ട്രേഷൻ റേറ്റ് എത്രയാണ് പറഞ്ഞത്? 3,90,000. 390 അതേ സമയത്ത് കിലോമീറ്റർ എത്രയെന്ന് പറഞ്ഞത്? കിലോമീറ്റർ ഓടിക്കുന്നത് 1 സംതിങ് ഓടിക്കണേ. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? ഏകദേശം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഓക്കെ. എടുക്കുന്നതൊക്കെ എന്തെങ്കിലും വർക്ക് കാര്യങ്ങളുണ്ടോ? സീറ്റ് കവർ ഇപ്പോൾ മാറ്റി ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഇല്ല, വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. അത്യാവശ്യം ബോഡി ഷേപ്പ് ഉണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. വണ്ടി ഇപ്പോൾ സോക്കപ്പിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞാണ്. ഓക്കെ. അടുത്തത് ഇതിനാണ് പെട്രോളാണ് വരുന്നത്. 2017 മോഡലാണ്. 2017 ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. സെറ്റ് വരുന്ന ഓപ്ഷനാണ്. 17 ബലേനോയില് CVT അല്ലേ ഗിയർ ബോക്സ് വരുന്ന? നല്ല AMT തന്നെയാണോ? CVT ആണ്. CVT ഗിയർ ബോക്സ് ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. CVT സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണോ? മൂന്നാമത്തെ ഓണർഷിപ്പ്. മൂന്നാമത്തെ ഓണർഷിപ്പാണ്. 17 ബലേനോ റേറ്റ് എത്ര വരുന്നുണ്ട്? ഇത് നമുക്കാണെങ്കിൽ 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപയ്ക്ക് 2017 ബലേനോ ഓട്ടോമാറ്റിക്. CVT ഗിയർ ബോക്സ് ഇപ്പോൾ നിലവിൽ വരുന്നില്ല. കാരണം കമ്പനിക്ക് ഭയങ്കര കാശ് ചെലവ് വരുന്നതിനെ കൊണ്ട് AMT വന്നാലും ചെറിയ പൈസക്ക് ഓട്ടോമാറ്റിക് വണ്ടിയാവും. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും CVT നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഡിമാൻഡ് ഉള്ളതാണ്. റേറ്റ് ഇനിയും കുറയുന്നല്ലേ പറഞ്ഞത്? 6 ലക്ഷം. ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട്. 5,500 ലോൺ കിട്ടുന്നുണ്ടാവും. നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താണ്? കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണോ? ഫുൾ പക്കയാണ്. ഓക്കെ. സർവീസ് നമ്മൾ നോക്കിയിട്ട് ഹിസ്റ്ററി നോക്കിയിട്ടില്ല. വണ്ടി ചെക്ക് ചെയ്യണം. വണ്ടി നമ്പർ കാണിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്തെടുക്കാന്നല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ റാപ്പ് ചെയ്യണം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് ഒരു കോൺടാക്ട് നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അവരെ വിളിച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചറിയാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോ കാണുമ്പോൾ ഹാപ്പി സൈനിങ് ഓഫ്. അഡിയോസ്.